Paru, Question. the question is for you. Why? Because I love you, darling. Because of that. Hey, you're the smartest man. Let him ask. Okay. Paru, ആ മൃഗാംഗ തരളിത മൃണ്മയ കിരണം എന്ന് പറഞ്ഞാൽ എന്താണ്? കിരണം. അത് നീ മിണ്ടാതിരി. അവിടെ നിന്ന് തുടങ്ങ്. അത് അവിടെ തുടങ്ങിയാൽ ഒന്നും കിട്ടത്തില്ല. നിനക്കറിയോടാ? അല്ല, മക്കൾക്കും അറിഞ്ഞൂടെ? മൃഗാംഗ മൃഗാംഗ തരളിത മൃണ്മയ കിരണം. മൃഗം എന്ന് പറഞ്ഞാ മൃഗങ്ങളല്ലേ? മൃഗം മീൻസ് അനിമൽ. അംഗം പാട്ട്. ആ പാട്ടോ? അത് റിയാലിറ്റി ഷോ അല്ലേ? പാട്ടാ? അറിയില്ല. ഓ ഭയങ്കര പാട്ട്. ടഫാ ഇതൊക്കെ. മൃഗാംഗ. അല്ലടേ, ഇത് എനിക്കിതിപ്പോൾ ഇതൊക്കെ ശരിയാണോന്നൊന്നും പറഞ്ഞാൽ ഞാനിത് കേട്ടറിവ് വെച്ചിട്ട് ഞാനീ പറയുന്നത്. പക്ഷെ മലയാളം നമ്മൾ അറിയണോടാ, അതുകൊണ്ട് പറഞ്ഞതാ. മൃഗാംഗമായ മൃഗാംഗ തരളിത മൃണ്മയ കിരണം. തരളിതം നമുക്ക് എല്ലാം അറിയാവുന്നതല്ലേ. തരളിത രാവിൽ മയങ്ങിയോ, സൂര്യമാനസം എന്ന് പറയുന്നത് തരളിതം. ഓക്കെ, പക്ഷേ മൃഗാംഗ എന്താണ്, മൃണ്മയ കിരണം എന്താണ്? അതാണ് പ്രധാനം. കിരണം പതിച്ചു അറിയില്ല. ആ അപ്പം ചക്കരെ മൃഗാംഗൻ എന്ന് ചന്ദ്രനെ പറയും കേട്ടോ. നമ്മൾ മൃഗാംഗ എന്ന് പറഞ്ഞാൽ മൃഗത്തിൻ്റെ അംഗം എന്നാണ്. പക്ഷേ ചന്ദ്രനിൽ നോക്കിയാൽ അവിടെ ഒരു മാനിൻ്റെ ഇതുള്ളതുപോലെ അത് പറയും പണ്ട്. അതുകൊണ്ട് മൃഗാംഗൻ എന്ന് ചന്ദ്രനെ വിളിക്കും. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. നാട്ടുകാർ തെറി വിളിക്കരുത്. അപ്പോൾ പിന്നെ മൃണ്മയ കിരണം എന്നുള്ള ചന്ദ്രനിൽ നിന്ന് വരുന്ന കിരണം എന്ന് പറഞ്ഞാൽ നിലാവ് എന്നർത്ഥം. അത്രേ ഉള്ളൂ. അതാണ് സംഭവം. അതാണ് മഴയായി തഴുകുമ്പോൾ അത്രേ ഉള്ളൂ. ചന്ദ്രനാണ് അത് കുളിർമ. ലിറിക്സിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞ മക്കളെ അതൊക്കെ മനസ്സിലാക്കി എന്താ പറയേണ്ടത്. ഇതിനു മുമ്പ് കാരണം ഈ പറഞ്ഞ പോലെ ചന്ദ്രനൊക്കെ ഇഷ്ടം പോലെ പര്യായ പദങ്ങളുണ്ട്. നമുക്കത് പര്യായങ്ങൾ. കാര്യം ഇത് നമ്മൾ കേൾക്കുമ്പോൾ അതിനൊരു സൗണ്ട് വൈസ് ഒരു ബ്യൂട്ടിഫുൾ ഫീൽ ഉണ്ട്. ഇവിടെ മനസ്സിലാവുന്നതും ഇല്ല എന്താണ്. പക്ഷെ അത് പോസിറ്റീവായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇത് അറിഞ്ഞു കഴിയുമ്പം മോനെ അത് കുറച്ചും കൂടെ കുളിർമയോടെ പാടാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് പറഞ്ഞത്.